അഭാജ്യ ഘടകങ്ങൾ. എന്താണ് അഭാജ്യ ഘടകങ്ങൾ? ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 2 ക്യൂബ് ഇൻറ്റു 3. നമുക്കറിയാം 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 8 ഗുണിക്കണം 3 24. അതായത് 24 എന്ന സംഖ്യ, ആ സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങളാണ് 2 ക്യൂബ് ഇൻറ്റു 3 എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് ഇതുപോലൊരു നമ്പർ തരും, 24നെ അഭാജ്യ ഘടകങ്ങളാക്കുക. അപ്പം നമ്മൾ എഴുതേണ്ട ആൻസറാണ് 2 ക്യൂബ് ഇൻറ്റു 3. അപ്പോൾ എങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എക്സാമിന് വരുന്ന ചോദ്യം 24നെ അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് ചോദിച്ചാൽ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക എന്നർത്ഥം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കുക. ഫസ്റ്റ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ആണ്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇത് ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 24 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 2 എന്ന അഭാജ്യ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക എന്നർത്ഥം. 24ൻ്റെ പകുതി 12. വീണ്ടും 12 ഒരു ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി 12ൻ്റെ പകുതി 6 എടുത്തു. 6 വീണ്ടും ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 6നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6ൻ്റെ പകുതി എടുക്കുക എന്നർത്ഥം. 6ൻ്റെ പകുതി 3 ആണ്. ഒരു അഭാജ്യ സംഖ്യ കിട്ടുന്നത് വരെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം 3 ഒരു അഭാജ്യ സംഖ്യയാണ്. ഈ കാണുന്നതെല്ലാം ഏതിൻ്റെ അഭാജ്യ ഘടകങ്ങളാണ്? 24ൻ്റെ അഭാജ്യ ഘടകങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം 2 എന്ന സംഖ്യ 3 പ്രാവശ്യമുള്ളത് 2നെ 2ൻ്റെ ക്യൂബ് എന്നെഴുതി. ഇവയുടെ എണ്ണത്തെയാണ് മുകളിൽ സൂചിപ്പിക്കുന്നത്. ആവർത്തിച്ചുള്ള ഗുണനം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ആവർത്തിച്ചുള്ള ഗുണനമാണ് കൃത്യംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ക്യൂബ് കൃത്യംഗമായിട്ട് നമുക്ക് എഴുതി വെക്കണം. ഇൻറ്റു 3 ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ 24ൻ്റെ അഭാജ്യ ഘടകങ്ങളാണ് 2 ക്യൂബ് ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ അഭാജ്യ ഘടകവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ 3 ടൈപ്പും ഒറ്റ വീഡിയോയിലൂടെയാണ് പറയുന്നത്. ഇത് 3ഉം സെപ്പറേറ്റ് പറഞ്ഞതിന് ശേഷം അവസാനം ഇത് 3ഉം കമ്പയർ ചെയ്ത് പറയും. എങ്കിലേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 54നെ അഭാജ്യ ഘടകങ്ങളാക്കുക. ക്വസ്റ്റ്യൻ 54നെ അഭാജ്യ ഘടകങ്ങളാക്കുക. ഓക്കെ, അപ്പോൾ 54 എന്ന സംഖ്യയെ നമുക്ക് അഭാജ്യ ഘടകങ്ങളാക്കണം. ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ് 54, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 54ൻ്റെ പകുതി 27. ഓക്കെ, നമുക്കറിയാം 27 ഇരട്ട സംഖ്യ അല്ല, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത അഭാജ്യ സംഖ്യ നോക്കണം. അടുത്ത അഭാജ്യ സംഖ്യ 3 ആണ്. 3ൻ്റെ ഗുണിതമാണല്ലോ 27, അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് 27 കിട്ടുക എന്ന് നോക്കുക. 3 ഗുണിക്കണം 9 ആണ് 27. ഓക്കെ, ഇനി അടുത്ത സംഖ്യ 9 എന്നത് ഇരട്ട സംഖ്യ അല്ല, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്ക് അടുത്ത അഭാജ്യ സംഖ്യ നോക്കണം. അത് 3 ആണ്. നമുക്കറിയാം 3ൻ്റെ ഗുണിതമാണ് 9. 3നോട് ഏത് സംഖ്യ ഗുണിക്കുമ്പോഴാണ് 9 കിട്ടുന്നത് എന്ന് നോക്കണം. 3നോട് 3 ഗുണിച്ചാലാണ് 9 കിട്ടുന്നത്. അവസാനം കിട്ടിയ 3 എന്നതൊരു അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഇനി ഇതിനെ താഴോട്ട് ചെയ്യാൻ സാധ്യമല്ല. ഇവ എല്ലാം ആണ് 54ൻ്റെ അഭാജ്യ ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് 54ൻ്റെ അഭാജ്യ ഘടകങ്ങൾ നമുക്ക് എഴുതാം. 2 ഒരു പ്രാവശ്യമുള്ളൂ, അതുകൊണ്ട് 2 മാത്രം എഴുതിയാൽ മതി. ഇൻറ്റു 3 എത്ര പ്രാവശ്യമുണ്ടോ അവയുടെ എണ്ണമാണ് മുകളിൽ എഴുതേണ്ടത്. 3 പ്രാവശ്യമുണ്ട്, അവയുടെ എണ്ണം മുകളിൽ എഴുതുന്നു. അപ്പോൾ 2 ഗുണിക്കണം 3 ക്യൂബ്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഇത് ഗുണിച്ചെഴുതാൻ പോരുത്. ഗുണിച്ചെഴുതിയാൽ വീണ്ടും 54 കിട്ടും. അങ്ങനെയാകുമ്പോൾ കണക്ക് ചെയ്താൽ തീരില്ല. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ എഴുതുന്നതാണ് അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് 3 ക്യൂബ്, 3ൻ്റെ ക്യൂബ് 27, 27 ഇൻറ്റു 2 54 എന്ന് നമുക്ക് ആൻസർ കിട്ടും.
ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 72 അഭാജ്യ ഘടകങ്ങളാക്കുക. ക്വസ്റ്റ്യൻ 72 അഭാജ്യ ഘടകങ്ങളാക്കുക. ഓക്കെ, ചെയ്തു നോക്കാം. 72 എന്നത് ഒരു ഈവൻ നമ്പറാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക എന്നർത്ഥം. 72ന്റെ പകുതി 36 എന്ന് കിട്ടും അല്ലെ. 70ന്റെ പകുതി 35, 2ന്റെ പകുതി 1, അങ്ങനെ 36. വീണ്ടും ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36ന്റെ പകുതി 18, വീണ്ടും ഇരട്ട സംഖ്യ വന്നുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18ന്റെ പകുതി 9. നമുക്കറിയാം 9 3ന്റെ ഗുണിതാണ്, 3 ഗുണിക്കണം 3 ആണ് 9. അതുകൊണ്ട് 72ന്റെ അഭാജ്യ ഘടകങ്ങൾ നമുക്ക് എഴുതാം 2. അവയുടെ എണ്ണം മുകളിൽ എഴുതണം. 1 2 3 3 എണ്ണമാണുള്ളത്. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു ഇനി 3 എഴുതണം. അവയുടെ എണ്ണം മുകളിൽ എഴുതണം. എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. ആ 2 മുകളിൽ എഴുതണം. ഇങ്ങനെ എഴുതുന്നതാണ് 72ന്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. ചോദ്യം 104 അഭാജ്യ ഘടകങ്ങളാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. 104 അഭാജ്യ ഘടകങ്ങളാക്കുക. അപ്പോൾ 104 എന്നെഴുതി 104 അഭാജ്യ ഘടകങ്ങളാക്കണം. ഓക്കെ, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 104ന്റെ പകുതി 52. 52 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 52ന്റെ പകുതി 26 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 26ന്റെ പകുതി 13. എന്നാൽ നമുക്കറിയാം 13 ഒരു അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ വന്നാൽ നമുക്ക് ഈ പ്രക്രിയ തുടരാൻ സാധ്യമല്ല. ഓക്കെ, ഒരു അഭാജ്യ സംഖ്യ കിട്ടുന്നത് വരെയാണ് ഈ പ്രോസസ്സ് തുടരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. 104ന്റെ അഭാജ്യ ഘടകങ്ങൾ എഴുതി വെക്കാം. ആദ്യം 2 എഴുതി വെച്ചു. 2 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1 2 3 2 3 എണ്ണമുണ്ട്. ആ എണ്ണമാണ് മുകളിൽ എഴുതേണ്ടത്. 3 എണ്ണം എഴുതി വെച്ചു. ഇൻറ്റു പിന്നെയുള്ളൊരു അഭാജ്യ സംഖ്യ 13 ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 104 അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതിയൊക്കെ 2 ക്യൂബ് ഇൻറ്റു 13 എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ചോദ്യമാണ് പ്രധാനമായിട്ടും ഘടകവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ചു അഭാജ്യ സംഖ്യകളെ ഘടകങ്ങളാക്കുന്ന വിധം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്നത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാനാണ്. നമ്മൾ നേരത്തെ അഭാജ്യ ഘടകം പറഞ്ഞു. ഉദാഹരണത്തിന് 24ന്റെ അഭാജ്യ ഘടകം എന്ന് പറയുന്നത് 24 2 കൊണ്ട് ഹരിച്ചപ്പോൾ 12, വീണ്ടും 2 കൊണ്ട് ഹരിച്ചപ്പോൾ 6, വീണ്ടും 2 കൊണ്ട് ഹരിച്ചപ്പോൾ 3. അപ്പോൾ നമ്മൾ 24ന്റെ ഘടകം എഴുതി. 24ന്റെ ഒരു ഘടകം എന്നുകൊണ്ട് 2 ആണ്. അത് എത്ര തവണ? 3 2. അവയുടെ എണ്ണമാണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഇവിടെ 3 എന്ന് പറയുന്ന സംഖ്യ ഒരു തവണ. ഓക്കെ, അപ്പോൾ 24 അഭാജ്യ ഘടകങ്ങളാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 2 ക്യൂബ് ഇൻറ്റു 3 ആണ്. ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാനാണ്. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുകളിലുള്ള സംഖ്യകളാണ്. അതായത് 2 എന്ന അഭാജ്യ സംഖ്യ 3 എണ്ണമുണ്ട്. ഇത് എണ്ണമാണ്. 3 എന്ന അഭാജ്യ സംഖ്യ ഒരെണ്ണമുണ്ട്. മുകളിൽ 1 എഴുതിയില്ലെങ്കിൽ അവിടെ 1 ഉണ്ട് അല്ലെ. ഒരെണ്ണാണെങ്കിൽ മുകളിൽ 1 എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് കണ്ടാലറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്ന അഭാജ്യ സംഖ്യ 3 എണ്ണവും ഇവിടെ 3 എന്ന അഭാജ്യ സംഖ്യ 1ഉമാണുള്ളത്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? 24ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈ 3ഉം 1ഉം കൂട്ടിയാൽ 4 എണ്ണമുണ്ട് എന്ന് പറയാം. 1 2 3 4. എന്നാൽ അഭാജ്യ സംഖ്യയുടെ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. എന്നാൽ അഭാജ്യ സംഖ്യയുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ പവർ പരസ്പരം കൂട്ടണം എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 16⁸ ഇൻറ്റു 20�6 ഇൻറ്റു 30⁵ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര? 16⁸ ഇൻറ്റു 20�6 ഇൻറ്റു 30⁵ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഇതിനെല്ലാം നേരത്തെ ചെയ്ത പോലെ അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റേണ്ടി വരും. 16 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഘടകങ്ങളാക്കി മാറ്റേണ്ടി വരും. ഓക്കെ, 16ൻ്റെ അഭാജ്യ ഘടകമാക്കാൻ നമുക്ക് 16 ഇങ്ങനെ ഘടകക്രിയ രീതി ചെയ്താൽ മതി. എന്നാൽ 16ൻ്റെ ഒക്കെ അഭാജ്യ ഘടകം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് 2⁴ 16. 2ൻ്റെ പവർ 10 വരെ നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ലോസ് ഓഫ് എക്സ്പൊണൻസി എന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് അവിടെ പറഞ്ഞു തരാം. ഇവിടെ ഓർത്തിരിക്കുക, 16 എന്നത് 2⁴ 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 16നെ 2⁴ എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഈ 8 ഒഴിവാക്കരുത്. ഇതിൻ്റെ പവർ ഓൾറെഡി നിലവിലുള്ള ഒരു 8 ഉണ്ട്, അതവിടെ തന്നെ കൊടുക്കണം. ഇൻറ്റു 20. നമുക്കറിയാം ഏതൊക്കെ സംഖ്യകളാണ് ഗുണിച്ചാൽ 20 കിട്ടുന്നത്. 20ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് നോക്കാം അല്ലേ. 20 2 അപ്പോൾ എത്ര കിട്ടും? 10. ഈ 10 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിച്ചു 5 എന്ന് കിട്ടി അല്ലെ. 5 അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഇതിനെ ഇനി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് 20ൻ്റെ അഭാജ്യ ഘടകമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2 പ്രാവശ്യം വന്നുകൊണ്ട് 2² ഇൻറ്റു 5 എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്? 6 ഉണ്ട്. ഞാനിവിടെ 6, ഇത് മൊത്തത്തിൽ ചേർന്നതാണ് 20. 20ൻ്റെ പവറാണ് 6. ഈ 2² 5 ചേർന്നതാണ് 6. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം മുകളിലാണ് 6 കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ 6 ഇതിന് 2നും ഉള്ളതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഇൻറ്റു. ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത്? 30ൻ്റെ അല്ലെ, 30നെ നമുക്ക് ഘടകങ്ങളാക്കണം. 30നെ ഘടകങ്ങളാക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 30 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 30ൻ്റെ പകുതി 15. 15 ഇരട്ട സംഖ്യയല്ല, 3ൻ്റെ ഗുണിതമാണ്. 3നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ 15 കിട്ടും? 5 3 15. ഇവിടെ 5 എന്നത് ഒരു അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഇതിനെ ഇനി താഴോട്ട് ക്രിയ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് 30ൻ്റെ ഘടകങ്ങളാണ് അഭാജ്യ ഘടകങ്ങളാണ് ഏതൊക്കെയാ? 2 3 5 എല്ലാം ഓരോന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ പവർ ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ 5 പവർ എന്നത് 30ൻ്റെ പവറാണ്. ഇതെല്ലാം കൂടെ ഗുണിച്ചാലാണ് 30 കിട്ടുന്നത്. അതുകൊണ്ട് പവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് നൽകിയതിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ. കാര്യം ഈ 5 ഓരോന്നിനും ഉള്ളതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഇതൊന്ന് ഓർഡർ ആക്കി എഴുതേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം 2⁴ all⁻8 a⁻m all⁻n നമ്മൾ പഠിക്കാൻ പോകുന്ന സമവാക്യമാണ്. ഇവിടെ a⁻m all⁻n a⁻m × n. അതായത് ഇവിടെ ബ്രാക്കറ്റിന് ശേഷം ഇതുപോലെ പവർ വരികയാണെങ്കിൽ ഇത് പരസ്പരം ഗുണിക്കണം എന്നാണ് നിയമം. അപ്പോൾ 2⁴ 32 ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പവർ ഈ ബ്രാക്കറ്റിന് മുകളിലുള്ള പവർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനും ബാധകമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ 2ഉം 6ഉം ഗുണിച്ചാൽ 2⁻6 12. 2⁻6 12 ഇൻറ്റു 5⁻6 എന്ന് കിട്ടും. ഇനി നമുക്ക് എഴുതാം, ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനും പവർ ബാധകമായതുകൊണ്ട് നമുക്കിവിടെ എഴുതാം 2⁻5 ഓരോന്നിനും പവറുണ്ട് ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻5 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമ്മുടെ ആൻസറായി. ഈ മുകളിലുള്ളവയാണ് അവയുടെ എണ്ണങ്ങൾ. അതായത് അതിൻ്റെ 2 എന്ന അഭാജ്യ സംഖ്യ 32 എണ്ണമുണ്ട്. കൂടാതെ വേറൊരു 2 എത്ര തവണയുണ്ട്? 12 എണ്ണമുണ്ട്. ആകെ 2 എത്ര തവണ ഉണ്ട് വെച്ചാൽ 32ഉം 12ഉം കൂട്ടണം അല്ലേ. അപ്പം എത്ര ഉണ്ട്? 46 എന്ന് കിട്ടും. പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ. അതുപോലെ തന്നെ 5 എന്ന അഭാജ്യ സംഖ്യ 6 എണ്ണമുണ്ട്. എണ്ണമാണ് മുകളിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ 2 എന്ന അഭാജ്യ സംഖ്യ 5 എണ്ണമുണ്ട്. 3 എന്ന അഭാജ്യ സംഖ്യ 5 എണ്ണമുണ്ട്. 5 എന്ന അഭാജ്യ സംഖ്യ 5 എണ്ണമുണ്ട്. അതുകൊണ്ട് പവറുകളാണ് നമ്മൾ കൂട്ടേണ്ടത്. എണ്ണം കിട്ടണമെങ്കിൽ, അഭാജ്യ സംഖ്യയുടെ എണ്ണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടണമെങ്കിൽ മുകളിലുള്ള സംഖ്യകൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 32 പ്ലസ് 12 പ്ലസ് 6 പ്ലസ് 5 എത്ര തവണ വന്നിട്ടുണ്ട്? 3 അല്ലേ. അതുകൊണ്ട് 15 എന്ന് എഴുതാം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ ആൻസറായി. കൂട്ടാൻ നമുക്ക്
ഒറ്റയുടെ സ്ഥാനങ്ങൾ നമുക്ക് കൂട്ടി വരാം. ഇത് ഒറ്റ, ഇത് 10, ഇത് ഒറ്റയുടെ സ്ഥാനം, ഇതൊറ്റ, ഇത് 10, ഇത് ഒറ്റ 10. അത് നമ്മൾ ഒറ്റയുടെ സ്ഥാനം കൂട്ടിയിട്ട് വലതുവശത്ത് എഴുതും. ഓക്കെ, 5 ഒറ്റയുടെ സ്ഥാനമാണ്, 5. 6 ഒറ്റയുടെ സ്ഥാനം. അപ്പം 5ഉം 6ഉം കൂട്ടിയാൽ 11. 11 11ഉം 2ഉം 13. 13ഉം 2ഉം 15. 15ൽ 5 എഴുതി. ഓക്കെ, 1 10ന്റെ സ്ഥാനത്ത് ശിഷ്ടം മാറ്റിച്ചു. 1 1 1 2 2 1 3 3 3 6. ഉത്തരം 65 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 4 സ്ക്വയർ ഇൻറ്റു 8 ക്യൂബ് ഇൻറ്റു 125/5. 4 സ്ക്വയർ ഇൻറ്റു 8 ക്യൂബ് ഇൻറ്റു 125/5. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 4ന്റെ സ്ക്വയർ 4 നമുക്കറിയാം. ഇതിനെല്ലാത്തിനും നമുക്ക് അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് എഴുതി വെക്കണം. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറാണ്, അതിൻ്റെ പവർ സ്ക്വയർ എടുത്തു, ഈ പവർ എഴുതി. ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്, അതിൻ്റെ പവറായ 3 കൊടുത്തു. നമുക്കറിയാം 125 5ന്റെ ക്യൂബാണ്, 5 ക്യൂബ്, അതിന് മുകളിലൊരു 5 ഉണ്ട്, അതും കൊടുത്തു. ഇനി നമുക്ക് ഈ മുകളിലുള്ളത് പരസ്പരം ഗുണിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ 2 ഗുണിച്ചാൽ 4 ഇൻറ്റു 2 3 ഗുണിക്കുക 9 ഇൻറ്റു 5 5 ഗുണിച്ചാൽ 15. ഇനി ഇതാണ് അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് എഴുതുക അല്ലേ? ഇവയുടെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി നമ്മളോട് ചോദിച്ചത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. കാരണം ഇവിടെ 2 എന്ന സംഖ്യ 4 എണ്ണം ഉണ്ട്, 2 എന്ന സംഖ്യ 9 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 എത്ര എണ്ണം ഉണ്ട്? 9 4 കൂട്ടിയ 13 ഉണ്ട്. അപ്പം 2 എഴുതാം. ഇതിനർത്ഥം 2 13 എണ്ണം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചത് 2ന്റെ കേസ് മാത്രമല്ല, അതിൻ്റെ ആകെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണമാണ്. ആകെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടാൻ മുകളിലുള്ള സംഖ്യകൾ കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് കൂട്ടി നോക്കാം. അപ്പോൾ ഇവിടെ കൂട്ടാൻ 15ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 24 എന്ന് കിട്ടും. 24 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 28 എന്നാണ് കിട്ടുന്നത്. ആൻസർ 28. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. 25/8 ഇൻറ്റു 40/10 ഇൻറ്റു 80/15. 80/15ൽ എത്ര അഭാജ്യ ഘടകങ്ങളുണ്ട്? 25/8 ഇൻറ്റു 40/10 ഇൻറ്റു 80/15ൽ എത്ര അഭാജ്യ ഘടകങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാം നമുക്ക്. 25 നമുക്കറിയാം 5ന്റെ സ്ക്വയറാണ് 25, പവർ 8 വന്നിട്ടുണ്ട്. 40 നമുക്ക് ഘടകങ്ങളാക്കി നോക്കാം. 40ന്റെ പകുതി 20, 20ന്റെ പകുതി 10, 10ന്റെ പകുതി 5, 5 വന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പം 40 നമുക്ക് 2 3 പ്രാവശ്യം, അതുപോലെ ഇൻറ്റു 5 1 പ്രാവശ്യം, ഇതിൻ്റെ പവറായ 10 എഴുതണം. ഇൻറ്റു 80 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 80ന്റെ പകുതി 40. കണ്ടോ, ബാക്കി നമ്മൾ ചെയ്ത ക്രിയ തന്നെയാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 2 വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 ക്യൂബിൻ്റെ സ്ഥാനത്ത് 2/4 എന്ന് കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നാലും ഞാൻ ഇവിടെ ചെയ്യാണത്. ഇവിടെ 40 എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 40ന്റെ പകുതി 20, 20ന്റെ പകുതി 10, 10ന്റെ പകുതി 5. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 1 2 3 4 അല്ലേ? 2/4. കണ്ടോ, ഇവിടെ 2 3 ആയിരുന്നു, ഇവിടെ 40ന്റെ ഇരട്ടി ആയതുകൊണ്ട് ഒരു 2 കൂടി കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 കൂടി വരുന്നുണ്ട് നടത്തും. ഓക്കെ, ബാക്കി അപ്പോൾ 2/4 ഇൻറ്റു 5 പവർ എത്രയാണ്? 15. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഗുണിക്കേണ്ടതുണ്ട് അല്ലേ? പവർ പരസ്പരം ഗുണിക്കേണ്ടതുണ്ട്. അപ്പോൾ 5/2 16 ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഈ പവർ എന്നത് ഇതിനുള്ളിലുള്ള ഓരോന്നിനും ഉള്ളതാണ്. അതുകൊണ്ട് ഓരോന്നിനും ആ പവർ കൊണ്ട് ഗുണിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ 2/3 10 ഗുണിച്ചാൽ 30 ഇൻറ്റു 5/10 ഇൻറ്റു നമുക്കിവിടെ 2/4 ഇൻറ്റു 5. ആ മുകളിലുള്ള പവർ ഇതിന് 2ന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2/4 ഇൻറ്റു 15 അല്ലേ? 4 ഇൻറ്റു 15 എത്ര കിട്ടും? 15 ഇൻറ്റു 4 5 ഇൻറ്റു 4 20 ഇഷ്ടം 2 60 അല്ലേ? 1 ഇൻറ്റു 4 4 2 കൂട്ടി 60 എന്ന് കിട്ടും. അപ്പം 4ഉം 15ഉം ഗുണിച്ചാൽ 60 കിട്ടും. ഇൻറ്റു 5/15 എന്ന് എഴുതും. ഓക്കെ അല്ലേ?
ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് 5 എന്ന സംഖ്യ 16 എണ്ണമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ 2 എന്ന സംഖ്യ 30 എണ്ണമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 5 എന്ന അഭാജ്യ സംഖ്യ 10 എണ്ണമുണ്ട്. ആ മുകളിലുള്ളതൊക്കെ എണ്ണമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവയെ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. പക്ഷേ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി വരും. എങ്ങനെ? 2ഒക്കെ ക്രോഡീകരിച്ച് എഴുതണം. അഭാജ്യ ഘടകങ്ങളാക്കി അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ വെറുതെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിനെ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ 5 എഴുതും. 5 എത്ര ഉണ്ട്? ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. മൊത്തം കൂട്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് എഴുതുമ്പോൾ അത് ക്രോഡീകരിച്ച് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ പിന്നെ 10 10 5 25 25 35 41 അല്ലേ? 5 എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇൻറ്റു 2 എത്ര ഉണ്ട്? ഇവിടെ 30 60 അപ്പോൾ 90 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമ്മളോട് ചോദിച്ചത് അഭാജ്യ ഘടകങ്ങളാക്കാനല്ല, അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. ഇത്തരം ചോദ്യങ്ങൾ സാധാരണ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം സിമ്പിളാണ്. ഈ മുകളിലുള്ളത് പരസ്പരം കൂട്ടിയാൽ മാത്രം മതി. അതായത് 5 എന്ന അഭാജ്യ സംഖ്യ 41 എണ്ണമുണ്ട്, 2 എന്ന അഭാജ്യ സംഖ്യ 90 എണ്ണമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുകളിലുള്ളത് കൂട്ടണം. 90ഉം 41ഉം കൂട്ടിക്കഴിഞ്ഞാൽ 131. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 131 ഓക്കെ, വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒത്തിരി ദൈർഘ്യം വരുന്നുണ്ട് വീഡിയോക്ക്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരാം.